നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴ ആരോപണത്തിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം കൃത്യമായിരിക്കും, അതിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ന് പ്രവാചകന്റെ പുണ്യസ്മരണകൾ ഉണർത്തി നബിദിനം. നാടൊട്ടുക്കും ആഘോഷം. പള്ളികളിലും മദ്രസകളിലും നബിദിന റാലിയും പ്രത്യേക പരിപാടികളും. അതിർത്തി കടന്നുള്ള അനിയന്ത്രിത ഇന്ധനക്കടത്ത് പ്രതിഷേധവുമായി പമ്പുടമകളുടെ സൂചനാ സമരം 30-ന്. പരിഹാരമായില്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ അനിശ്ചിതമായി അടച്ചിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയുള്ള കോഴ ആരോപണത്തിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രിയുടെ ഓഫീസ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, അതിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞു. വാർത്തകൾ ആവശ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയാണ് മാധ്യമങ്ങളെന്നും MV ഗോവിന്ദൻ മാഷ് കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും, അതിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ല. അന്വേഷണത്തിൽ അവ്യക്തതയില്ലെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞു. പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ, തെളിവുകൾ മാധ്യമങ്ങളല്ല പോലീസ് കാണിക്കട്ടെയെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പരാതി രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം, ആ പരാതി ശരിയോ തെറ്റോ, അതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ആ മര്യാദ കാണിക്കാതെ ആരെങ്കിലും വിളിച്ചു പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരു ഏജൻസിയാണോ നിങ്ങൾ? വാർത്താമാധ്യമങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് പറയട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ കേരളത്തിലെ മനുഷ്യന്മാർ മുഴുവൻ കണ്ടതാണല്ലോ ചാപ്പ കുത്തിയത്. മുഴുവൻ വാർത്താമാധ്യമങ്ങളിലും അത് വന്ന് നിറഞ്ഞല്ലോ. ആ നിറഞ്ഞ് അടുത്ത ദിവസം വരുമ്പോഴേക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി. അയാൾ തന്നെ കസ്റ്റഡിയിലായി. അയാളും അയാളെ സഹായിച്ച സുഹൃത്തും കസ്റ്റഡിയിലാവുന്ന സ്ഥിതി വന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പം മുണ്ടാട്ടില്ല. നിങ്ങൾ പറയുന്നതിനോട് എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള. സർക്കാരിനെതിരായ CPI വിമർശനത്തോട് പ്രതികരിക്കാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല. വിമർശനങ്ങളിൽ വിഷമമില്ലെന്നും രണ്ടും രണ്ട് പാർട്ടിയാണ്, അവർക്ക് വിമർശിക്കാൻ അധികാരമുണ്ടെന്നും ഗോവിന്ദൻ മാഷ് അഭിപ്രായപ്പെട്ടു. ഒരു പരാതി വാർത്ത നൽകുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. ആരെങ്കിലും വിളിച്ചു പറയുന്നത് പ്രചരിപ്പിക്കുന്ന ഏജൻസിയായി മാധ്യമങ്ങൾ മാറരുത് എന്നും MV ഗോവിന്ദൻ മാഷ് ഓർമ്മപ്പെടുത്തി. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ വാർത്തകളെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയും കൊടുക്കുകയും ആളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനിയിവിടെ വീണ ജോർജിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ പരാതിയെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ആരും തന്നെ പറയുന്നില്ല, പറയുകയും ചെയ്യില്ല. അതാണ് അതിൻ്റെ കാര്യം. എന്താണോ ഉണ്ടായത് എന്ന അന്വേഷണം കൃത്യമായി നടക്കട്ടെ. അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആരെയും ഒരു തരത്തിലും സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കും. ഇരുവേരിയിൽ ചന്ദനമരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ശിവപുരം വെമ്പിടിത്തട്ടിൽ സ്വദേശികളായ M ലിജിൻ, KV ശ്രുതിൻ എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി അറസ്റ്റ് ചെയ്തത്. ഇരുവേരിയിലെ കേളോത്ത് വീട്ടിൽ K നാണുവിൻ്റെ വീട്ടുവളപ്പിലെ ചന്ദനമരമാണ് ഇവർ മുറിച്ചു കടത്തിയത്. ഇവിടുത്തെ CCTV ക്യാമറകളും കോഴിമുട്ടകളും കവർന്നിരുന്നു. ഈ മാസം 16-ന് പുലർച്ചെയായിരുന്നു സംഭവം. വീടിന് മുന്നിലുള്ള പറമ്പിലെ വർഷങ്ങൾ പ്രായമുള്ള ചന്ദനമരമാണ് മുറിച്ചു കടത്തിയത്. മരത്തിന്റെ ശിഖരങ്ങൾ അവിടെ തന്നെ ഇട്ടിരുന്നു. വീട്ടിന് മുന്നിൽ സ്ഥാപിച്ച 2 CCTV ക്യാമറകളുടെ വയറുകൾ മുറിച്ചു മാറ്റിയാണ് ചന്ദനമരം മുറിച്ചത്. ക്യാമറകൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിരുന്നു. ചക്കരക്കൽ ഇരുവേരിയിൽ ചന്ദനമരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായവർ ജില്ലയിലെ ചന്ദനമര മോഷണത്തിലെ പ്രധാന കണ്ണികളാണെന്നും ചക്കരക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. ജില്ലയിലെ പല ഭാഗത്തും ചന്ദനമര മോഷണം നടന്ന സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുവേരിയിൽ ഒരു നാണു എന്ന് പറഞ്ഞ ആളുടെ പറമ്പത്ത് ഉണ്ടായിരുന്ന ചന്ദനമരം മോഷണം പോയ ഒരു സംഭവം ഉണ്ടായി. ആ കേസെടുത്ത് ഞങ്ങൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ശിവപുരം വെമ്പടിത്തട്ടിലുള്ള ഒരു ലിജിൽ, അതുപോലെ ഒരു ശ്രുതിൻ എന്നീ 2 പേരെ ഞങ്ങൾക്ക് ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവർക്ക് മുൻപ് ചന്ദനമോഷണ കേസുകളുണ്ട്. അപ്പോൾ ഇവരുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ ഇവരുടെ CCTV ക്യാമറകളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ ഇവർ ഈ മരം മോഷണം പോയ ദിവസം ഇവിടെ വന്നതായിട്ടും മോഷണം നടത്തിയതായും വെളിവായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും 2 പ്രതികളെ കൂടി കിട്ടാനുണ്ട്.
ജില്ലയിലെ പല ഭാഗങ്ങളിലും ചന്ദനമോഷണം നടത്തുന്ന ആളുകളാണ് ഇവർ. കുറേ കേസുകൾ ഇപ്പം പല റിപ്പോർട്ടായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കണം. കസ്റ്റഡിയിൽ പ്രതികളെ വാങ്ങുന്നുണ്ട്. ഇന്ന് തന്നെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇനിയും കൂടുതൽ അന്വേഷണത്തിനും ചോദ്യം ചെയ്യുന്നതിനുമായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂ. 4 പേരിൽ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ധർമ്മശാല KAP ക്യാമ്പിലെ ചന്ദനമരം, കതിരൂരിലെ ചന്ദന മോഷണത്തിലും ഇവർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നു. പകൽ ബൈക്കിൽ കറങ്ങി രാത്രി മോഷ്ടിക്കുകയാണ് ഇവരുടെ രീതി. സൈബർ സെൽ സഹായത്തോടെയാണ് പിടികൂടിയത്. ചക്രകൽ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, SI മാരായ പവനൻ, രാജീവൻ, ബാബു പ്രശാന്ത്, നിശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഗുരുവായൂർ ശ്രീമദ് ഭാഗവത സത്രസമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശ്രീമദ് ഭാഗവത മഹാസത്രം ഇക്കൊല്ലം കണ്ണൂരിൽ സംഘടിപ്പിക്കുമെന്ന് നവാക്ഷരി സേവാ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിറക്കൽ പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന അങ്കണത്തിൽ ഡിസംബർ ആദ്യവാരം മുതൽ ആരംഭിക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കും. അങ്ങനെ 11 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. 3 നേരം ഭക്ഷണവും അതുപോലെ 100-ൽ കൂടുതൽ പ്രഭാഷണങ്ങളുണ്ടാവും ഭാഗവതത്തെ അധികരിച്ചിട്ട്. പിന്നെ വിവിധ സാംസ്കാരിക പരിപാടികളുണ്ടാവും. സാംസ്കാരിക പരിപാടികളാകും. നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിലും മറ്റ് ഇന്ത്യയിലും പ്രസിദ്ധമായ വിവിധ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും ഉണ്ടായിരിക്കുക. ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന് ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ഒക്ടോബർ 1 ഞായറാഴ്ച രാവിലെ 10-ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. കോർപ്പറേഷൻ മേയർ TO മോഹനൻ, KV സുമേഷ് MLA എന്നിവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നവാക്ഷരി മാനേജിംഗ് ട്രസ്റ്റി മുരളി മോഹനൻ, സന്തോഷ് കുമാർ പുത്തലത്ത്, മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാചക പിറവിയുടെ പുണ്യസ്മരണയിൽ ഇന്ന് നബിദിനം. സംസ്ഥാനത്ത് പൊതു അവധി. ഹിജ്റ വർഷപ്രകാരം റബി ഉൽ അവൽ മാസം 12-നാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നത്. പള്ളികളിലും മദ്രസകളിലും ഇന്ന് ആഘോഷരാവുകളാണ്. പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉണർത്തുന്നതാണ് നബിദിനത്തിന്റെ ആഘോഷങ്ങൾ. പ്രവാചകന്റെ ചരിത്രവും ജീവിതവും നെഞ്ചേറ്റുന്ന വിശ്വാസികൾ പാടിയും പറഞ്ഞും ഈ ദിനത്തിൽ ആത്മീയ സംതൃപ്തി നേടും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് ഓരോ വിശ്വാസികളുടെയും നബിദിനാഘോഷം. നബിദിനം പ്രമാണിച്ച് സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധിയാണ്. 27-നായിരുന്നു മുൻ നിശ്ചയിച്ചിരുന്ന പൊതു അവധി. എന്നാൽ സെപ്റ്റംബർ 28-ന് അവധി നൽകണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യമാണ് 28-ന് അവധി നൽകാൻ തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലയിലെ വിവിധ മദ്രസകളിൽ ഇന്ന് നബിദിന ആഘോഷവും റാലിയും സംഘടിപ്പിച്ചു. നീതി നീങ്ങുന്ന ലോകം, നീതി നിറഞ്ഞ തിരുനബി സന്ദേശവുമായി മറാനുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ നബിദിന റാലി സംഘടിപ്പിച്ചു. നജ്മുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലും നബിദിന സ്നേഹ റാലി നടത്തി. മാനവ മനതാരിലാകത്തേക്കൊരു മഞ്ഞാലെ മാർഗമാം കുലത്തിലെത്തി പുതുപുത്സമാനെ കണ്ണിനിമ്പകാതലേ കാതലോ പരത്തിലെ ജീവിത. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴ ആരോപണത്തിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം കൃത്യമായിരിക്കും, അതിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ന് പ്രവാചകന്റെ പുണ്യസ്മരണകൾ ഉണർത്തി നബിദിനം. നാടൊട്ടുക്കും ആഘോഷം. പള്ളികളിലും മദ്രസകളിലും നബിദിന റാലിയും പ്രത്യേക പരിപാടികളും. അതിർത്തി കടന്നുള്ള അനിയന്ത്രിത ഇന്ധനക്കടത്ത് പ്രതിഷേധവുമായി പമ്പുടമകളുടെ സൂചനാ സമരം 30-ന്. പരിഹാരമായില്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ അനിശ്ചിതമായി അടച്ചിടും. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. കണ്ണൂർ സിറ്റി തയ്യിൽ IRPC സാന്ത്വന കേന്ദ്രത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. കണ്ണൂർ സിറ്റി സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മയാണ് IRPC സാന്ത്വന കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. IRPC എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യ കേന്ദ്രം. ആ സ്വാതന്ത്ര്യ കേന്ദ്രങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന നിലയിൽ എല്ലാ നിലയിലും ജീവകാരുടെ പ്രധാനമായ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് IRPCയിലെ അന്തേവാസികൾക്ക് ഇന്ന് സന്നദ്ധ സംഘടനകൾ ചേർന്നു ഈ നബിദിനത്തിൽ അവർക്ക് രോഗികൾക്കും അവർ പരിചാരകന്മാർക്കും കുടുംബങ്ങൾക്കെല്ലാം തന്നെ സമൃദ്ധമായ ഭക്ഷണം നൽകുന്ന ഒരു ചടങ്ങ്. സിറ്റി സ്നേഹദിനം വാട്സപ്പ് കൂട്ടായ്മയാണ് നബിദിന ആഘോഷം സിറ്റി തയ്യിൽ IRPC സാന്ത്വന കേന്ദ്രത്തിൽ നടത്തിയത്. ഉദ്ഘാടന ശേഷം രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA സാന്ത്വനം കേന്ദ്രത്തിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. സ്നേഹദിനം ഭാരവാഹികളായ മുഹമ്മദ് യൂനുസ്, P. ഹാഷിം, അഷ്റഫ് പൂച്ചാടിയാൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടേരി പടന്നോട്ട് മുനീറുൽ ഇസ്ലാം സെക്രട്ടറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് നബിദിനാഘോഷവും റാലിയും സംഘടിപ്പിച്ചു. മുസ്തഫ ഹാജി പടന്നോട്ട് പതാക ഉയർത്തി. മദ്രസ വിദ്യാർത്ഥികളുടെ റാലി സംഘടിപ്പിച്ചു. പടന്നോട്ട് നിന്നും ആരംഭിച്ച റാലി JN പീടിക വഴി കച്ചേരിപ്പറമ്പിൽ സമാപിച്ചു. ആരിസ് പടന്നോട്ട്, PC അബ്ദുൾ ലത്തീഫ്, അബ്ദുൽ ഖാദർ ഫൈസി, ഉമർ ഫറൂഖ് മൗലവി, സിയാദ് അസദി, ഫാസിലിൽ ദാവരിമി, മുഹമ്മദ് ഫായിസ് താരിമി, PC ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകുന്നേരം മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. നബിദിനാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി ആയിക്കര വാഴക്കത്തെരുവ് മഹലിലെ മദ്രസ വിദ്യാർത്ഥികൾ ചരിത്ര പ്രദർശനമൊരുക്കി. പ്രവാചകരോടൊപ്പം നടക്കൂ എന്ന സന്ദേശത്തോടൊപ്പം ഇസ്ലാമിക ചരിത്രവും പാരമ്പര്യവും പരിചയപ്പെടുത്തുന്ന പ്രദർശനത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യവും ഭരണഘടനയും കൂടെ വിവരിക്കുന്നുണ്ട്. മദ്രസയിലെ 15 വയസ്സുവരെയുള്ള 24 വിദ്യാർത്ഥികളുടെ കരവിരുതിൽ 5 ദിവസം കൊണ്ടാണ് പ്രദർശന വസ്തുക്കൾ ഒരുക്കിയത്. മഹലിന് കീഴിലെ മദ്രസ റിഫായിയ അൽവാറുൽ ഉലൂം വിദ്യാർത്ഥി കൂട്ടായ്മ അൽ മിസ്ബാഖ് സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ച ഇസ്ലാമിക പ്രദർശനം ദ ഫ്ലാഷിൽ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന കാഴ്ചകൾ ഏറെ കാണാനുണ്ട്. പ്രവാചക ചരിത്രം എഴുതിയും പാടിയും പറഞ്ഞു പഠിക്കുന്നതിനൊപ്പം ആ ചരിത്ര വഴികളിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് പ്രദർശനം. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനും അനുചരന്മാരും പ്രബോധനം നടത്തിയതു തൊട്ട് വിവിധ സന്ദർഭങ്ങളിൽ ഒത്തുകൂടിയതും വിശ്രമിച്ചതും യുദ്ധം നടത്തിയതും ഉൾപ്പെടെയുള്ള ചരിത്ര സ്ഥലങ്ങൾ കുട്ടികൾ തങ്ങളുടെ ഭാവനയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇതിനകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മക്ക മദീന അടങ്ങിയ നമ്മുടെ ഖുറാനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയ ഒരു ദൃശ്യാവിഷ്കാരമാണ്.
അതിന് 2 പേര്, ഇതിൻ്റെ കാരണബോധരായ 2 പേര് ഞങ്ങളുടെ കൂടെയുണ്ട്. മോളെ പേരെന്താ? ഫാത്തിമത്തുർ റനഫിബിൻ. മോളെ പേരോ? ഇൽഹാം ഷാനിബ്. മക്ക, മദീന, ഇതൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തതാണോ? നമ്മുടെ ഈ അൽ മിസ്ബാഹ് സ്റ്റുഡൻസ് യൂണിയനിലെ തർബിയ എന്ന ഭാഗത്തുള്ള കുട്ടികളെല്ലാവരും കൂടിയിട്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടിയിട്ട് ചെയ്തതാണ് ഇത് കാണുന്നത് ഫുള്ളും. ഈ മുഴുവൻ ഇത് ഈ ഭാഗം കാണുന്ന മുഴുവനും നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കുട്ടികൾ മാത്രമായിട്ട് ചെയ്തതാണോ? നമ്മൾ മാത്രമായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഉസ്താദ് എത്രമാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? ഉസ്താദ് എല്ലാ വിധത്തിലും നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ തന്നെ ഉസ്താദാണ്. ഇത് ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി എല്ലാ സഹായം തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ്. നിങ്ങൾ എത്ര ദിവസം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? 4 ദിവസമേ ആയിട്ടുള്ളൂ. 4 ദിവസം കൊണ്ട് നമ്മളിത് ഫുള്ള് ചെയ്ത്, നമ്മൾ ഈ സംഭവം ഉണ്ട് എന്ന് തന്നെ പറയുന്നത് 4 ദിവസം മുമ്പാണ്. അപ്പം തന്നെ ചെയ്യാൻ തുടങ്ങി, ഇപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുള്ള് ശരി. നിങ്ങൾ ഏകദേശം എത്ര കുട്ടികളാണ് ഇത് അറേഞ്ച് ചെയ്തത്? എത്ര പേര്? ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരുണ്ടോ? 15 കുട്ടികളാണ് ചെയ്തത്. 15 കുട്ടികളും കൂടിയിട്ടാണ് ചെയ്തത്. ഓരോ ടീമാക്കിയിട്ട് ചെയ്തെടുത്ത് മൊത്തം. ഇതിന് ഉസ്താദാണ് നിങ്ങൾക്ക് എല്ലാ പ്രചോദനം നൽകിയത്. ഓക്കെ. ഈ ഐഡിയ തന്നെ തന്നത് ഉസ്താദാണ്. മോട്ടിവേഷൻ എല്ലാം ഉസ്താദിൻ്റെ ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഉസ്താദാണ് എല്ലാം ചെയ്തത് നമുക്ക്. പ്രവാചക ചര്യകളെ ജീവിതത്തിൽ പകർത്തുക വഴി ആ മാതൃകകൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതാണ് പ്രദർശനം. പ്രവാചകരോടൊപ്പം നടക്കൂ എന്ന സന്ദേശത്തോടൊപ്പം ഇസ്ലാമിക ചരിത്രവും പാരമ്പര്യവും പരിചയപ്പെടുത്തുന്ന പ്രദർശനത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യവും ഭരണഘടനയും വിവരിക്കുന്നുമുണ്ട്. വെറും 5 ദിവസം കൊണ്ട് തയ്യാറാക്കിയതാണ് പ്രദർശന വസ്തുക്കൾ ഓരോന്നും. അക്ബയുടെ വിവിധ നിർമ്മാണ ഘട്ടങ്ങൾ, മദീന, ഹിറാ ഗുഹ, ഷിയബ്, അബി താലിബ്, ബദർ ഉൾപ്പെടെ യുദ്ധം നടന്ന സ്ഥലങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഖബറിടത്തിലെ വിവിധ ഘട്ടങ്ങൾ കണ്ണൂർ സിറ്റി, ആയിക്കര, കടലായി, താണ, തായത്തിരു പരിധിയിലെ 52 പള്ളികളും കുട്ടികളുടെ കലാവിരുതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മഹല്ല് ഖത്തീബ് കോട്ടയം തലനാട് സ്വദേശി MA സിറാജുദ്ദീൻ അബുരാരിയുടെ നിർദ്ദേശാനുസരണം മദ്രസയിലെ 15 വയസ്സ് വരെയുള്ള 24 വിദ്യാർത്ഥികളാണ് പ്രദർശന വസ്തുക്കൾ ഒരുക്കിയത്. തർബിയ വിദ്യാർത്ഥിനി 14 വയസ്സുകാരി ഇൽഹാം ഷാനിബാണ് ഗ്രൂപ്പ് ലീഡർ. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പ്രദർശനം വിദ്യാർത്ഥികളാൽ ഒരുക്കിയത്. പ്രദർശന ഒരുക്കങ്ങൾ കാണാൻ വഖഫ് ബോർഡ് അംഗം PV സൈനുദ്ദീൻ മദ്രസയിലെത്തിയിരുന്നു. പ്രദർശന വസ്തുക്കൾ ഒരുക്കാൻ പള്ളിയിലെ ഉസ്താദിന്റെ പ്രോത്സാഹനവും സഹായവും ഉണ്ടായിരുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. നബിദിന സന്ദേശമായി ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരും അവരവരുടെ വിശ്വാസത്തിൽ തുടരുമ്പോഴും മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ സ്നേഹത്തോടെ പരസ്പര വിശ്വാസത്തോടെയും മുന്നോട്ടു പോകണമെന്ന് ഉസ്താദ് പറഞ്ഞു. നബിദിനം പുണ്യദിനം എന്നാണ്. ഇന്ന് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി മുഹിയുദ്ദീൻ പള്ളിയിലാണ് നമ്മളുള്ളത്. നമ്മോടൊപ്പം ഇവിടുത്തെ പള്ളിയിലെ ഖത്തീബ് ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. നബിദിനം എന്നുള്ളത് ഒരു മാഹാത്മ്യം നിറഞ്ഞ ദിവസവും മാഹാത്മ്യമേറിയതുമാണ്. ഇതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനേക്കാളും ജീവിതത്തിലെ സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും അധികം സ്നേഹവും അടുപ്പവും ബന്ധവും ഉണ്ടാകേണ്ട മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ ജീവിതത്തെ പിൻപറ്റുകയും ആ പ്രവാചകർ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുകയും അവിടുത്തെ ജീവിതചര്യകളെ ജീവിതത്തിൽ ഒരു സ്വഭാവമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് പ്രവാചകരോടുള്ള സ്നേഹം. അതേപോലെ തന്നെ ഈ ദിവസത്തിൻ്റെ വലിയൊരു സന്ദേശം പ്രവാചകരെ അറിയുക, അടുക്കുക എന്നുള്ളതാണ്. ഏതൊരു ദിവസവും ഒരു പ്രത്യേക ദിവസമെന്ന് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തോ അതിലൂടെ ആ വ്യക്തിയെ പരിചയപ്പെടാൻ, ആ വ്യക്തിയുടെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ, ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. റസൂൽ ലോകത്തിനാകെ ശാന്തിയായി വന്ന മനുഷ്യനാണ്. കാരുണ്യത്തിൻ്റെ തിരുദൂതരെന്നാണ് ഖുർആൻ പ്രവാചകരെ വിശദീകരിച്ചത്, വിശേഷിപ്പിച്ചത്. അതേപോലെ ലോകത്തിന് മാതൃകയായ വ്യക്തി എന്നുമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിൽ ലോകത്തിനാകമാനം സമാധാനമായി ശാന്തിയായി കടന്നു വന്ന പ്രവാചകർ, ആ പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പുണ്യദിനത്തിൽ ആ പ്രവാചകരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 350 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ 3.5 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള വാഴയ്ക്കത്തൂർ മുഹീദ്ദീൻ ജുമാ മസ്ജിദും അതിൻ്റെ പരിപാലന സമിതിയും അത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാഴയ്ക്കത്തൂർ മുസ്ലിം മഹല്ല് കമ്മിറ്റിയും അതിൻ്റെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പമുള്ളത് ബി ശംസുദ്ദീൻ മൗലവി. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശാലമായ നിലയിൽ പ്രവാചകനെ അറിയാനും പഠിക്കാനും പരിചയപ്പെടുത്താനും ഉതകുന്ന പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദ ഫ്ലാഷ് എന്ന പേരിൽ വാക്ക് വിത്ത് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരോടൊപ്പം നമുക്ക് നടക്കാമെന്ന പേരിൽ ഒരു എക്സിബിഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന തിരക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ ഗവൺമെന്റ് IT അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിന്റെ കെട്ടിടം ഏതാണ്ട് 2 മാസം കൊണ്ട് പൂർണ്ണമാക്കി 4 കോടി രൂപയാണ് ഇതിന്റെ വനിതാ IT VHC 1 കോടി പുതിയ കെട്ടിടം ഈ കഴിഞ്ഞ ജനങ്ങൾ അത് ഒരാൾ കൊടുക്കുന്ന സംശയം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ അധ്യക്ഷത വഹിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് ഓപ്പൺ ഓഡിറ്റോറിയം പൂർത്തിയാക്കിയിട്ടുള്ളത്. കൂടാതെ 7 കോടി ചിലവിൽ ചാലക്കുന്നിൽ നിന്നും തോട്ടടയിലേക്ക് റെയിൽവേ മേൽപ്പാലത്തിനും അംഗീകാരമായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ പോളിടെക്നിക്, ITI, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാവും. വാർത്താ സമ്മേളനത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, പ്രിൻസിപ്പൽ MC പ്രകാശൻ, സാബുട്ടി, YV അശോകൻ, അജിത് TP തുടങ്ങിയവർ പങ്കെടുത്തു. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര അവബോധമുള്ള സൈദ്ധാന്തികനായിരുന്നു പാട്യം ഗോപാലൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. അദ്ദേഹത്തെ പോലെയുള്ള സംഘാടകർ ചുരുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പാട്യത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്വരാജ് പറഞ്ഞു. താഴെച്ചൊവ്വയിൽ നടന്ന പാട്യം ഗോപാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയോടുള്ള ആദരവിന്റെ അടിസ്ഥാനത്തിൽ വള്ളത്തോളിന്റെ തൂലികയിൽ പിറന്ന കവിതയിലൂടെ കവി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഇന്നോളം മാനവരാശി കണ്ടിട്ടുള്ള എല്ലാ ചരിത്ര പുരുഷന്മാരുടെയും ആരാധനാമൂർത്തികളുടെയും എല്ലാ ഗുണവൈശിഷ്ട്യങ്ങളും ഒന്നു ചേർന്ന് ഒരാളിൽ കാണണമെങ്കിൽ ഗാന്ധിജിയുടെ ചരിത്രം വായിക്കുവിനെന്നാണ് വള്ളത്തോട് പറയുന്നത്. ശ്രീബുദ്ധനും യേശുക്രിസ്തുവും മുഹമ്മദും ഹരിചന്ദ്രനും രന്തിദേവനും എന്ന് വേണ്ട, ഇന്നോളം ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വേള മനുഷ്യർ വിശ്വസിച്ച് ആരാധിക്കുന്ന എല്ലാറ്റിന്റെയും ഗുണവൈശിഷ്ട്യങ്ങൾ ഗാന്ധിജിയിൽ ഒന്നു ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 4 ചക്രവാത ചുഴികളുടെയും ന്യൂനമർദ്ദത്തിൻ്റെയും സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത്. നാളെ 10 ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായത്. വടക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തിനു മുകളിലും തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലും പശ്ചിമ ബംഗാളിന് മുകളിലും ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നു. നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആൻഡമാൻ കടലിനും മുകളിൽ മ്യാൻമർ തീരത്തിന് സമീപത്തായാണ് ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുള്ളത്. കേരളത്തിൽ അടുത്ത 5 ദിവസമാണ് ഇടിമിന്നലോട് കൂടിയ മഴ പ്രവചനം തുടരുന്നത്. ഒക്ടോബർ 1 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ള മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 1 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളി, ശനി ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. ഈ ദിവസങ്ങളിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധവുമായി പമ്പുടമകൾ. ജില്ലാ അതിർത്തിയിൽപ്പെട്ട മാഹി, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിതമായ രീതിയിലുള്ള ഇന്ധനക്കടത്ത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്ന ആവശ്യം മുൻനിർത്തിയാണ് സമരം. ജില്ലയിലെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള 200-ൽ പരം പെട്രോൾ പമ്പുകൾ സെപ്റ്റംബർ 30 ശനിയാഴ്ച കാലത്ത് 6 മണി മുതൽ 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൂചനാ സമരമാണ് 30-ന് നടത്തുന്നത്. പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല അടച്ചിടൽ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പണ്ടത്തെ നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്നത് സ്വർണ്ണക്കടത്തും സ്പിരിറ്റ് കടത്തുമാണ് കടത്തായി മാറിയിരിക്കുക. ആദ്യം
സ്റ്റേറ്റ് 21 കോടിയോളം ടാക്സ് നഷ്ടമാണ് ഉണ്ടായെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 150-300 കോടിയോളം ആയിട്ടുണ്ടെന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരോടായാലും എക്സൈസ് ടാക്സ് സെൽ ടാക്സിന്റെ ഉദ്യോഗസ്ഥർക്കായാലും എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് പരാതിപ്പെടുകയും സാധ്യതാ പഠനം നടത്തി മാത്രം പുതിയ പമ്പുകൾ അനുവദിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയൊട്ടുക്കും ഏകീകൃത വില നടപ്പിലാക്കുക, അപൂർവ ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കാലാകാലങ്ങളിൽ ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് 30-ന് പമ്പുകൾ അടച്ചിട്ട് രാവിലെ 10-ന് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. വില വ്യത്യാസത്തിന്റെ മറവിൽ ജില്ലക്കകത്തെ ക്വാറികളിലും ചെങ്കൽ പണകളിലും വ്യാവസായിക സ്ഥാപനങ്ങളിലും അനിയന്ത്രിതമായ രീതിയിൽ ടാങ്കറുകളിലും കന്നാസുകളിലും ആയി ദിവസം തോറും ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണയാണ് കടത്തിക്കൊണ്ടുവരുന്നത്. വിൽപ്പന നികുതിയിലെ വ്യത്യാസം കാരണം മാഹിയിൽ പെട്രോൾ ലിറ്ററിന് 15 രൂപയും ഡീസലിന് 13 രൂപയും, കർണാടകയിൽ ഡീസലിന് 8 രൂപയും പെട്രോൾ 5 രൂപയും വിലക്കുറവിലാണ് ഇന്ധനം ലഭിക്കുന്നത്. ഇതുവഴി സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപ വിൽപ്പന നികുതിയിലൂടെ നഷ്ടമാവുമ്പോൾ ജില്ലക്കകത്തെ പമ്പുകൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ ഇന്ധനം വിതരണം പോലും നടക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിനു പുറമെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പൊതു സർവീസ് ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലുമായി ക്യാനുകളിൽ കടത്തിക്കൊണ്ടുവരുന്നുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TV ജയദേവൻ, M അനിൽ, C ഹരിദാസ്, EM ശശീന്ദ്രൻ, KV രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5390, പവന് 43,120 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്. HSST സ്ഥിരം ഒഴിവുകൾ രജിസ്ട്രേഷൻ പുതുക്കണം. സംസ്ഥാനത്തെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ HST സ്ഥിരം ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ എറണാകുളം റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ സെപ്റ്റംബർ 30-നകം രജിസ്റ്റർ ചെയ്യണം. ക്ഷയരോഗ ബോധവൽക്കരണ KSRTC ബ്രാൻഡിംഗ് 29-ന്. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ക്ഷയരോഗ ബോധവൽക്കരണ KSRTC ബ്രാൻഡിംഗ് സെപ്റ്റംബർ 29-ന് നടക്കും. രാവിലെ 11:30-ന് കണ്ണൂർ KSRTC സ്റ്റാൻഡ് പരിസരത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. പെരുവ കടൽക്കണ്ടം പാലം പുനർനിർമ്മാണ ശിലാസ്ഥാപനം 30-ന്. പട്ടികവർഗ വികസന വകുപ്പിന്റെ 2022-23 വർഷത്തെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളയാട് ഗ്രാമപഞ്ചായത്തിൽ പെരുവ കടൽക്കണ്ടം പാലം പുനർനിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം സെപ്റ്റംബർ 30-ന് നടക്കും. വൈകിട്ട് 3:30-ന് കടൽക്കണ്ടം പഴയ പാലത്തിന് സമീപം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. KK ശൈലജ MLA അധ്യക്ഷത വഹിക്കും. ഗാന്ധി ജയന്തി വാരാഘോഷം. വിദ്യാർത്ഥികൾക്ക് ഉപന്യാസ മത്സരം. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും SSKയുടെയും സഹകരണത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയുടെ രാഷ്ട്രസങ്കല്പം എന്ന വിഷയത്തിലാണ് സമരം. ഉപന്യാസം 3 വാക്കിൽ കവിയരുത്. വിദ്യാർത്ഥിയുടെ പേര്, സ്കൂളിന്റെ പേര്, ക്ലാസ്, ഫോൺ നമ്പർ, സ്കൂൾ മേധാവിയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഉപന്യാസം കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കളക്ട്രേറ്റ് കണ്ണൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. ഓണനിലാവ് വീഡിയോ മത്സരം വിജയികളെ പ്രഖ്യാപിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച ഓണനിലാവ് വീഡിയോ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. 1-ാം സ്ഥാനം ആലത്തുപറമ്പിലെ ആനന്ദാലയത്തിൽ അതിത് ചന്ദ്രൻ, 2-ാം സ്ഥാനം ആലച്ചേരിയിലെ പുത്തൻ വീട്ടിൽ KM അഭിറാം, 3-ാം സ്ഥാനം നവരസം അക്കാദമി പാനൂർ എന്നിവർ കരസ്ഥമാക്കി. 1, 2, 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 5000 രൂപ, 3000 രൂപ, 2000 രൂപ സമ്മാനമായി ലഭിക്കും. ഖാദി കിടക്ക ലോഞ്ചിങ്ങും ആദരിക്കലും 29-ന്. പയ്യന്നൂർ ഖാദി ഗ്രാമം പുതുതായി ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ഇറക്കുന്ന സുഷുപ്തി കിടക്കകളുടെ ലോഞ്ചിങ്ങും ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ഖാദി ജീവിതചര്യയാക്കിയ ഉപഭോക്താക്കളെ ആദരിക്കലും സെപ്റ്റംബർ 29-ന് നടക്കും. ഭരണാനുമതി ലഭിച്ചു. MV ഗോവിന്ദൻ മാസ്റ്റർ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ വിനിയോഗിച്ച് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ ചിത്ര ഗേറ്റ് ഹൈസ്കൂൾ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള പ്രവൃത്തിക്ക് ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി. ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ എംപ്ലോയബിലിറ്റി സ്കിൽ വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. MBA, BBA അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. മിനി ജോബ് ഫെയർ. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ
കീഴിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ പ്രമുഖ സ്ഥാപനത്തിലെ ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ 30 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ അഭിമുഖം നടത്തുന്നു. മാർക്കറ്റിംഗ് മാനേജർ, HR മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ, അക്കൗണ്ടന്റ്, ഓഫീസ് അസിസ്റ്റന്റ് വിത്ത് LMV ലൈസൻസ്, സ്റ്റോർ കീപ്പർ, ബില്ലിംഗ്, കാഷ്യർ, മാർക്കറ്റിംഗ് സ്റ്റാഫ്, സെയിൽസ്മാൻ, ഗേൾസ്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, ഫ്ലോർ മാനേജർ, ഇലക്ട്രീഷ്യൻ കം ഡ്രൈവർ, ഫാഷൻ ഡിസൈനർ എന്നിവയിലേക്കാണ് ഇന്റർവ്യൂ നടത്തുന്നത്. വാക്കിംഗ് ഇന്റർവ്യൂ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന് കീഴിലെ കണ്ണപുരം ബഡ് സ്പെഷ്യൽ സ്കൂളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ടീച്ചർ, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നിവരെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 6 രാവിലെ 10:30 കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ ഹാജരാവണം. അപേക്ഷ ക്ഷണിച്ചു. മുഴുവൻ സമയ തൊഴിലധിഷ്ഠിത പ്രവൃത്തിപര സാങ്കേതിക കോഴ്സുകളിൽ പഠിക്കുന്ന വിമുക്ത ഭടന്മാരുടെ ആശ്രിതരായ മക്കൾ അഥവാ ഭാര്യ എന്നിവർക്കുള്ള പ്രൊഫഷണൽ കോഴ്സ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിൽ പ്രവേശനം നേടുന്ന സമയത്ത് മക്കളുടെ പ്രായം 25 വയസ്സ് കവിയരുത്. ക്യാപിറ്റേഷൻ ഫീ നൽകി കോഴ്സിൽ പ്രവേശനം നേടിയവരും മറ്റ് സ്കോളർഷിപ്പുകൾ അഥവാ കോഴ്സ് ഫീസിൽ ഇളവ് എന്നിവ ലഭിക്കുന്നവരും ഈ സ്കോളർഷിപ്പിന് അർഹരല്ല. കാലാവസ്ഥ. ശനിയാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടി പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ചയോടെ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആൻഡമാൻ കടലിനും മുകളിൽ മ്യാൻമർ തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടേക്കും. ഇത് 24 മണിക്കൂറിനുള്ളിൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ മ്യാൻമർ തീരത്തിന് സമീപം ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ വടക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴ ആരോപണത്തിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം കൃത്യമായിരിക്കും, അതിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ന് പ്രവാചകന്റെ പുണ്യസ്മരണകളോടൊത്തി നബിദിനം. നാടൊട്ടുക്കും ആഘോഷം. പള്ളികളിലും മദ്രസകളിലും നബിദിന റാലിയും പ്രത്യേക പരിപാടികളും. അതിർത്തി കടന്നുള്ള അനിയന്ത്രിത ഇന്ധനക്കടത്ത് പ്രതിഷേധവുമായി പമ്പുടമകളുടെ സൂചനാ സമരം 30-ന്. പരിഹാരമായില്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ അനിശ്ചിതമായി അടച്ചിടും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.